ഹായ് ഓൾ. നമ്മൾ നെക്സ്റ്റ് വീഡിയോയിലേക്ക് കടക്കാം. അപ്പോൾ ഇന്ന് ഞാൻ ഫോക്കസ് ചെയ്യുന്നത് ജനറൽ പേപ്പറാണ്. പേപ്പർ 1 ആണ്. അപ്പോൾ പേപ്പർ 2 ഇന്ന് നമ്മൾ അധികം ഫോക്കസ് ചെയ്യേണ്ടെന്നാണ് വിചാരിച്ചിരിക്കുന്നത്. സോ നമുക്ക് ഫസ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് കടക്കാം. ഓക്കെ. The amendment which provided constitutional status to the Panchayati Raj institutions. അപ്പോൾ 4 ഓപ്ഷൻസ് ഉണ്ട്. 74, 75th, 73rd, 69. Which amendment provided constitutional status to the Panchayati Raj institutions എന്നുള്ളതാണ് ചോദ്യം. ഓക്കെ, ഐ തിങ്ക് എല്ലാവർക്കും ഈ ഒരു ക്വസ്റ്റ്യൻ്റെ ആൻസർ അറിയായിരിക്കും അല്ലേ? സോ കറക്റ്റ് ആൻസർ 73rd ആണ്. 73rd Constitutional Amendment Act 1992 gave constitutional status to Panchayati Raj institutions in India. ഇതിൻ്റെ കീ ഫീച്ചേഴ്സ് പറയുകയാണെങ്കിൽ ദിസ് കെയിം ഇൻ ടു എഫക്റ്റ് ഓൺ April 24, 1993, സെലിബ്രേറ്റഡ് as നാഷണൽ പഞ്ചായത്തി രാജ് ഡേ, ആൻഡ് this introduced a 3-tier system, which all are the Gram Panchayat, Panchayat Samiti, that is block, Zilla Parishad, that is district. So Gram Panchayat, which is village, Panchayat Samiti, which is block, and Zilla Parishad, which is district. And mandatory elections will be there every 5 years, and there will be reservation for SCs, ST and women. ഓക്കെ, നെക്സ്റ്റ് അപ്പോൾ നമ്മൾ 74th അമെൻമെൻറ്റ് നമ്മൾ എവിടെയോ കേട്ടിട്ടുള്ള പോലെ തോന്നും എല്ലാവർക്കും, അല്ല ഓപ്ഷൻസിൽ തെറ്റിപ്പോകാനും സാധ്യതയുണ്ട്. അപ്പോൾ 73rd ആണ് നമ്മുടെ കറക്റ്റ് ആൻസർ. ഓക്കെ, കോൺസ്റ്റിറ്റ്യൂഷണൽ സ്റ്റാറ്റസ് ടു പഞ്ചായത്തി രാജ് ഇൻസ്റ്റിറ്റ്യൂഷൻസ് 73rd ആണ്. ബട്ട് 74th ഉണ്ട്. 74th നമ്മൾ കേട്ടിട്ടുണ്ടല്ലേ. 74th അമെൻമെൻറ്റ് ഗേവ് കോൺസ്റ്റിറ്റ്യൂഷണൽ സ്റ്റാറ്റസ് ടു അർബൻ ലോക്കൽ ബോഡീസ്, ദാറ്റ് ഈസ് മുനിസിപ്പാലിറ്റീസ്. സോ അർബൻ ലോക്കൽ ബോഡീസ് ആണെങ്കിൽ 74th, ആൻഡ് പഞ്ചായത്തി രാജ് ഇൻസ്റ്റിറ്റ്യൂഷൻസ് ആണെങ്കിൽ അത് 73rd ആണ്. 73rd എന്തൊക്കെയാണ്? 3-tier സിസ്റ്റം ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ടുണ്ട്. വില്ലേജ്, ബ്ലോക്ക്, ഡിസ്ട്രിക്റ്റ്. അത് ഗ്രാമപഞ്ചായത്ത്, പഞ്ചായത്ത് സമിതി ആൻഡ് ജില്ലാ പരിഷത്ത്. ഓക്കെ, സോ അതാണ് നമ്മളുടെ ക്വസ്റ്റ്യൻ. നെക്സ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് കടക്കാം. ജെൻഡർ റിലേറ്റഡ് ആയിട്ടുള്ള ഒരു ഇതാണ്. ദ ജെൻഡർ റിലേറ്റഡ് ഡെവലപ്മെൻറ്റ് ഇൻഡെക്സ്, ദാറ്റ് ഈസ് GDI, വാസ് ഇൻട്രൊഡ്യൂസ്ഡ് ഇൻ 1995 ഹ്യൂമൻ ഡെവലപ്മെൻറ്റ് റിപ്പോർട്ട് ബൈ ദ യുണൈറ്റഡ് നേഷൻസ് ഡെവലപ്മെൻറ്റ് പ്രോഗ്രാം UNDP. അപ്പോൾ ഇതൊരു ക്വസ്റ്റ്യൻ്റെ ആൻസർ ആണ് കേട്ടോ. സോ ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് ജെൻഡർ റിലേറ്റഡ് ഡെവലപ്മെൻറ്റ് ഇൻഡെക്സ് വാസ് എമേർജ്ഡ് ഇൻ വിച്ച് ഇയർ? 1986, 1999, 1990 and 1995. സോ കറക്റ്റ് ആൻസർ ഈസ് 1995 ആണ്. ജെൻഡർ റിലേറ്റഡ് ഡെവലപ്മെൻറ്റ് ഇൻഡെക്സ് ഇൻട്രൊഡ്യൂസ് ചെയ്തത് 1995 ഓക്കെ, ഇത് എന്താണ് മെഷർ ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ ജെൻഡർ ഇക്വാളിറ്റി ആണ് ഇൻ ഹ്യൂമൻ ഡെവലപ്മെൻറ്റ്. ജെൻഡർ ഇക്വാലിറ്റി ഇൻ ഹ്യൂമൻ ഡെവലപ്മെൻ്റ് ആണ് ഫോക്കസ് ചെയ്യുന്നത്. ഇത് നോക്കുന്ന 3 കാര്യങ്ങളെന്ന് പറഞ്ഞാൽ ലൈഫ് എക്സ്പെക്റ്റൻസി, എഡ്യൂക്കേഷൻ, ദെൻ ഇൻകം. ഓക്കെ, സോ ദിസ് ഇസ് ദ സെക്കൻഡ് ക്വസ്റ്റ്യൻ. ആൻഡ് some MCQs which are related to sociology also will be discussed. Okay, first question, who coined the term middle range theory? Correct answer Robert K. Merton ആണ്. Okay. In Merton's theory, which response to strain involves accepting goals but using illegitimate means? Innovation ആണ്. Next, ഇതെല്ലാം റോബർട്ട് കെ മെർട്ടനോട് റിലേറ്റഡ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണ്. വാട്ട് ഈസ് ദ ലേറ്റൻറ്റ് ഫങ്ഷൻ ഓഫ് എഡ്യൂക്കേഷൻ അക്കോർഡിംഗ് ടു മെർട്ടൺ? ലേറ്റൻറ്റ് ഫങ്ഷൻ എന്താണ്? ഓപ്ഷൻസ് വായിക്കാം. ടീച്ചിങ് സ്കിൽ, പ്രൊമോട്ടിംഗ് പാട്രിയോട്ടിസം, ക്രിയേറ്റിംഗ് പിയർ നെറ്റ്വർക്ക്സ്, ഡെലിവറിംഗ് കരിക്കുലം. സോ ലേറ്റൻറ്റ് ഫങ്ഷൻ എന്ന് പറയുമ്പോൾ ഇൻഡയറക്റ്റ്ലി നമുക്കുണ്ടാകുന്ന ഫങ്ഷൻസ് ആണ്. അപ്പോൾ എഡ്യൂക്കേഷൻ്റെ ഇൻഡയറക്റ്റ്ലി ഉണ്ടാകുന്ന ഒരു ഫങ്ഷൻ എന്ന് പറയുന്നത് ക്രിയേറ്റിംഗ് പിയർ നെറ്റ്വർക്ക്സ് ആണ്. അല്ലാതുള്ളതൊക്കെ നമുക്ക് കാണാൻ പറ്റുന്ന അല്ലെങ്കിൽ നമുക്ക് ഫീൽ ചെയ്യുന്ന അതായത് നമുക്കിപ്പോൾ ഒരു എഡ്യൂക്കേഷൻ എന്ന് പറയുമ്പോൾ ടീച്ചിങ് സ്കിൽസ്, ഡെലിവറിങ് കരിക്കുലം, ഇതൊക്കെ നമുക്ക് അതിൻ്റെ ഡയറക്റ്റുള്ള ഫങ്ഷനാണ്. ഇൻഡയറക്റ്റ് ആണ് ലേറ്റൻറ്റ് ഫങ്ഷൻ എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഓക്കെ, നെക്സ്റ്റ് ഒരു ക്വസ്റ്റ്യൻ ആണ്. ഹൂ propounded reference groups?
അതും റോബർട്ട് കെ മേർട്ടൺ ആണ്. ഗ്രൂപ്പ്സ് ദാറ്റ് ഇൻഡിവിജ്വൽസ് കമ്പയർ ദംസെൽസ് വിത്ത് ഈവൻ ഇഫ് നോട്ട് പാർട്ട് ഓഫ് ദം helps in understanding social identity, aspiration, and status anxiety. So this is all about not Emil Durkheim, Robert K. Merton. സോ പിന്നെ ഒരു ഇതുള്ളത് റോബർട്ട് കെ മേർട്ടൺ അനോമി ആൻഡ് സ്ട്രെയിൻ തിയറിയും അതിനെക്കുറിച്ചും പറയുന്നുണ്ട്. സോ ഡർക്കീമും അനോമിയെക്കുറിച്ച് പറയുന്നുണ്ട്. ഓക്കെ, അപ്പോൾ ഒരു എക്സ്റ്റൻഷൻ ആണെന്ന് പറയാം. എക്സ്റ്റൻഷൻ ഓഫ് ഡർക്കീംസ് അനോമിയാണ് റോബർട്ട് കെ മാർട്ടൻ്റേത്. സ്ട്രെയിനെ കുറിച്ച് പറയുന്നത് സ്ട്രെയിൻ ഒക്കേഴ്സ് വെൻ ദർ ഇസ് എ ഡിസ്ജങ്ഷൻ ബിറ്റ്വീൻ കൾച്ചറലി അപ്രൂവ്ഡ് ഗോൾസ് ലൈക്ക് സക്സസ് ആൻഡ് ഇൻസ്റ്റിറ്റ്യൂഷണലൈസ്ഡ് മീൻസ് ലൈക്ക് എഡ്യൂക്കേഷൻ ഓർ ജോബ്സ്. സോ അഡാപ്ഷൻസ് പറയുന്നുണ്ട്. സ്ട്രെയിൻ ഒക്കർ ചെയ്യുന്നത് വെൻ ദേഴ്സ് എ ഡിസ്ജങ്ഷൻ ബിറ്റ്വീൻ കൾച്ചറലി അപ്രൂവ്ഡ് ഗോൾസ് ആൻഡ് ഇൻസ്റ്റിറ്റ്യൂഷണലൈസ്ഡ് മീൻസ്. ഇപ്പം എന്താ പറയണ്ടേ, ഒരു സ്ട്രെയിൻ ഉണ്ടാവുന്നത് ഒരു കൾച്ചറലി അപ്രൂവ്ഡ് ആയിട്ടുള്ള ഗോൾസ് ഉണ്ടല്ലേ, അതായത് നമ്മുടെ സംസ്കാരത്തിൽ സക്സസ് എന്ന് പറയുന്ന ചില കാര്യങ്ങളുണ്ട്. ഇപ്പം നല്ലൊരു ജോലി കിട്ടുന്നത് ഒരു മനുഷ്യൻ്റെ സക്സസ് ആയിട്ടാണ് നമ്മുടെ കൾച്ചറിൽ കണക്കാക്കുന്നത്. അല്ലെങ്കിൽ നമ്മൾ നല്ലൊരു ഫാമിലി ലൈഫ് ഉണ്ടാക്കുന്നത്, അല്ലെങ്കിൽ നല്ലൊരു ഫാമിലി ലൈഫ് ഉണ്ടാകുന്നത് ഒരു കൾച്ചറലി ഒരു സക്സസ് ആയിട്ടാണ് കാണപ്പെടുന്നത്. ഇതൊക്കെ ഒരു സക്സസിൻ്റെ ഇതാണ്. അപ്പോൾ ഇതൊക്കെ ഒരു ആൻഡ് ഇൻസ്റ്റിറ്റ്യൂഷണലൈസ്ഡ് മീൻസ് ഉണ്ടല്ലേ. ഇപ്പം നല്ലൊരു ജോലി കിട്ടണമെങ്കിൽ നല്ലൊരു എഡ്യൂക്കേഷൻ ചെയ്യണം, എന്നാലേ നല്ലൊരു ജോലി കിട്ടത്തുള്ളൂ. അപ്പോൾ അങ്ങനെയുള്ള അല്ലെങ്കിൽ നല്ലൊരു പൈസ ഉണ്ടാക്കണം എന്നുള്ളതൊരു കൾച്ചറലി അപ്രൂവ്ഡ് ഗോളാണെങ്കിൽ അതിന് ഒരു ഇൻസ്റ്റിറ്റ്യൂഷൻ ഉണ്ടാക്കണം എന്നുള്ളതൊരു കൾച്ചറലി അപ്രൂവ്ഡ് ഗോളാണെങ്കിൽ അതിന് ഒരു ഇൻസ്റ്റിറ്റ്യൂഷൻ ഉണ്ട് അല്ലേ. നല്ലൊരു ജോലി ചെയ്തിട്ടേ നമുക്ക് പൈസ ഉണ്ടാക്കാൻ പറ്റുള്ളൂ. അപ്പോൾ ഓരോന്നിനും ഓരോതായിട്ടുള്ള ഇൻസ്റ്റിറ്റ്യൂഷണലൈസ്ഡ് മീൻസ് ഉണ്ട്. പക്ഷേ ഇതിലൊരു പ്രോബ്ലം അല്ലെങ്കിൽ ഇതിലൊരു ഡിസ്ജങ്ഷൻ അത് വരുമ്പോഴാണ് സ്ട്രെയിൻ ഉണ്ടാകുന്നത്. അതായത് ഇതിലൊരു വിള്ളൽ വരുമ്പോൾ സ്ട്രെയിൻ ഉണ്ടാകുന്നു. നമ്മൾ പല രീതിയിൽ സ്ട്രെയിനിനെ നമ്മൾ അഡാപ്റ്റ് ചെയ്യും. അല്ല, അഡാപ്റ്റേഷൻസ് ടു സ്ട്രെയിൻ പല രീതികളുണ്ട്, പല മോഡുണ്ട്. അപ്പോൾ അതിൽ ഒരു മോഡാണ് കൺഫോമിറ്റി. കൾച്ചറൽ ഗോൾസ് അക്സെപ്റ്റ് ചെയ്യുന്നു, ഇൻസ്റ്റിറ്റ്യൂഷണൽ മീൻസ് അക്സെപ്റ്റ് ചെയ്യുന്നു. മോസ്റ്റ് പീപ്പിൾ ഇങ്ങനെയാണ് എന്ന് വെച്ചാൽ കൾച്ചറൽ ഗോൾസും അവർ അക്സെപ്റ്റ് ചെയ്യുന്നു. അതുപോലെ തന്നെ അവർ നല്ല ഒരു ഇൻസ്റ്റിറ്റ്യൂഷണൽ മീൻസിൽ കൂടെ ആയിരിക്കും ആ കൾച്ചറൽ ഗോൾസ് അക്സെപ്റ്റ് ചെയ്യുന്നത്. ഇന്നോവേഷൻ അതെന്ന് പറയുന്നത് കൾച്ചറൽ ഗോൾസ് അക്സെപ്റ്റ് ചെയ്യുന്നു, അതായത് സക്സസ് ആവണം എന്നുള്ള ഗോൾ അക്സെപ്റ്റ് ചെയ്യുന്നു. പക്ഷേ ഇൻസ്റ്റിറ്റ്യൂഷണൽ മീൻസ് റിജക്റ്റ് ചെയ്യുന്നു. അതായത് നല്ലൊരു ഇൻസ്റ്റിറ്റ്യൂഷണൽ വേയിലായിരിക്കില്ല പിന്നെ കൾച്ചറൽ ഗോൾ അക്സെപ്റ്റ് ചെയ്യുന്നു. അപ്പോൾ എന്തെങ്കിലുമൊക്കെ രീതിയിൽ സക്സസ് ആവുന്നു, അത് എന്തെങ്കിലുമൊക്കെ രീതിയിൽ പൈസ ഉണ്ടാക്കുന്നു. അത് എങ്ങനെയുള്ള ആൾക്കാരാണ് ചെയ്യുന്നത്? ക്രിമിനൽസ്. ഇപ്പം കൈക്കൂലി വാങ്ങിയിട്ട് പൈസ ഉണ്ടാക്കുന്നു, അല്ലെങ്കിൽ എന്തെങ്കിലും കുറ്റങ്ങളൊക്കെ ചെയ്ത് ഒരു റോങ് ആയിട്ടുള്ള വേയിലൂടെ സക്സസ് ഉണ്ടാക്കുന്നതിനാണ്. അതാണ് ഇന്നോവേഷൻ. റിച്വലിസം എന്ന് പറഞ്ഞാൽ കൾച്ചറൽ ഗോൾസ് റിജക്റ്റ് ചെയ്യുന്നു, ഇൻസ്റ്റിറ്റ്യൂഷണൽ മീൻസ് അക്സെപ്റ്റ് ചെയ്യുന്നു. ഓക്കെ, അതെന്ന് പറഞ്ഞാൽ ബ്യൂറോക്രാറ്റ്സ് അതിന് എക്സാമ്പിൾ എന്ന് പറയുന്നത്. നെക്സ്റ്റ് റിട്രീറ്റിസം എന്ന് പറഞ്ഞാൽ കൾച്ചറൽ ഗോൾസും റിജക്റ്റ് ചെയ്യുന്നു, ഇൻസ്റ്റിറ്റ്യൂഷണൽ മീൻസും റിജക്റ്റ് ചെയ്യുന്നു. അവർ എക്സാമ്പിൾ അഡിക്ട്സ്, ഇങ്ങനെയൊക്കെയുള്ള ആൾക്കാർ. റിബല്യൻ എന്ന് പറഞ്ഞാൽ അവർക്ക് ന്യൂ ഗോൾസ്, അതായത് കൾച്ചറൽ ഗോൾസ് ഒന്നും ആയിരിക്കില്ല, അതിൽ നിന്ന് ഡിഫറെൻ്റ് ആയിട്ടുള്ള ഒരു ഗോള് കാണും. അതുപോലെ തന്നെ അവർ അത് അച്ചീവ് ചെയ്യുന്ന മീൻസും അത് അച്ചീവ് ചെയ്യുന്ന ഒരു വേയും എന്ന് പറയുന്നതും ഒരു പുതിയൊരു വേ ആയിരിക്കും. അപ്പോൾ അങ്ങനെയുള്ളവർ നമ്മൾ റെവല്യൂഷണറീസ് എന്ന് പറയും. അപ്പോൾ ഇതൊക്കെ റോബർട്ട് കെ മേർട്ടൻ്റെ ആണ്. ഓക്കെ, നെക്സ്റ്റ് നേരത്തെ പറഞ്ഞ മാനിഫെസ്റ്റ് ആൻഡ് ലേറ്റൻറ്റ് ഫംഗ്ഷൻ. മാനിഫെസ്റ്റ് ഫംഗ്ഷൻ എന്ന് പറഞ്ഞാൽ അറിയാലോ, ഇൻറ്റൻറ്റഡ് ആൻഡ് റെക്കഗ്നൈസ്ഡ് കോൺസിക്വൻസസ് ഓഫ് സോഷ്യൽ ആക്ഷൻസ് ആണ്. എഡ്യൂക്കേഷൻ ടീച്ചേഴ്സ് സ്കിൽസ്. ഇപ്പോൾ എഡ്യൂക്കേഷൻ വഴി നമുക്ക് സ്കിൽസ് ഉണ്ടാകുന്നു, സ്കിൽസ് ഡെവലപ്പ് ചെയ്യുന്നു. എഡ്യൂക്കേഷൻ്റെ ഒരു ഡയറക്റ്റ് ഫംഗ്ഷനാണ് സ്കിൽസ് ഡെവലപ്പ് ചെയ്യുക എന്നുള്ളത്. പക്ഷേ എഡ്യൂക്കേഷൻ്റെ ഒരു ലേറ്റൻറ്റ് ഫംഗ്ഷനാണ് നേരത്തെ നമ്മൾ പറഞ്ഞത്. എന്താണ്? പിയർ ഗ്രൂപ്പ്സിനെ ഉണ്ടാക്കുക, ക്രിയേറ്റിംഗ് എ നെറ്റ്വർക്ക് ഓഫ് പിയർ ഗ്രൂപ്പ്സ് എന്നുള്ളത് ഒരു ലേറ്റൻറ്റ് ഫംഗ്ഷനാണ്. അപ്പോൾ ഇതും റോബർട്ട് കെ മേർട്ടൻ്റെ ഒരു കോൺട്രിബ്യൂഷനാണ്. ഓക്കെ, സോ ഇത്രയാണ് പറയാനുള്ളത്. പിന്നെ ഫേമസ് വർക്ക് റോബർട്ട് കെ മേർട്ടൻ്റെ സോഷ്യൽ തിയറി ആൻഡ് സോഷ്യൽ സ്ട്രക്ചർ 1949 വർക്കാണ്. ദ സോഷ്യോളജി ഓഫ് സയൻസ് ഓൺ തിയോറിറ്റിക്കൽ സോഷ്യോളജി. ഇതൊക്കെ ഫേമസ് വർക്ക്സ് ആണ്. അപ്പോൾ എല്ലാത്തിനും ഒരു സോഷ്യൽ തിയറി ആൻഡ് സോഷ്യൽ സ്ട്രക്ചർ, സോഷ്യോളജി ഓഫ് സയൻസ്, അപ്പോൾ എല്ലാത്തിലും ഒരു സോഷ്യൽ ഇത് വരുന്നുണ്ടെന്നുള്ളത് ഓർക്കുക. സോഷ്യൽ തിയറി ആൻഡ് സോഷ്യൽ സ്ട്രക്ചർ, ദ സോഷ്യോളജി ഓഫ് സയൻസ് ഓൺ തിയോറിറ്റിക്കൽ സോഷ്യോളജി. അപ്പോൾ ഇതൊക്കെ ഫേമസ് വർക്കുകളാണ്. സോ ഹാവ് എ ഗുഡ് ഡേ. നമ്മളിപ്പോൾ വൈൻഡപ്പ് ചെയ്യാണ്. നെക്സ്റ്റ് വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. താങ്ക് യു.